ദാ ഇത് കണ്ടോ? മാഡം, ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പോലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യരുത്. കുട്ടികൾ തമ്മിലുള്ള വഴക്കൊക്കെ ഈ പ്രായത്തിൽ സാധാരണല്ലേ? ഹൗ ക്യാൻ യു സ്പീക്ക് ലൈക്ക് ദാറ്റ്? അതും ക്ലാസ് റൂമിൽ വെച്ച്. ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രസൻസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞങ്ങളെ പോലെയുള്ളവർ മിണ്ടാതിരിക്കണോ? മാഡം, ആ സ്റ്റുഡൻറ്റിനെതിരെ ഓൾറെഡി ആക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരം ചില അൺയൂഷ്വൽ കേസസിൽ ടീച്ചേഴ്സിന്റെ കണ്ണെത്താൻ അല്പം വൈകിട്ടുണ്ടാകാം. ദാറ്റ് ഡസൻറ്റ് മീൻ ദേ ആർ ഇൻഎഫിഷ്യൻറ്റ്. ക്ലാസ് റൂമിലെ ഓരോ മൂവ്മെന്റ്സും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പോലും യു കുഡന്റ് പ്രിവെന്റ് സച്ച് വേഴ്സ്റ്റ് സിറ്റുവേഷൻസ്. എനിക്ക് ഈ ടീച്ചറിൽ മാത്രമല്ല, ഈ സ്കൂളിന്റെ തന്നെ എഫിഷ്യൻസിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഐ എം ടേക്കിംഗ് മൈ ചൈൽഡ് ഫ്രം ഹിയർ. പ്ലീസ് മിസ്സിസ് രൂപ, ഗിരി സാർ എനിക്കിവിടെ ഒരുപാട് കുട്ടികളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വിഷയം വഷളാക്കാതെ ഒന്ന് കോംപ്രമൈസ് ചെയ്തൂടെ? പ്ലീസ് ഡോണ്ട് ബ്രിങ് മൈ ഹസ്ബൻഡ് ഇൻ ടു ദിസ്. ഗിരി അങ്ങനെ ഇടപെട്ടാൽ പ്രോബ്ലം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. അയ്യോ, അത് വേണ്ട. കെയർലെസ് ആയ ഒരു ടീച്ചിങ് സ്റ്റാഫ് പോലും ഇനി ഈ സ്കൂളിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിഖിലിനെ ഈ ഒരവസ്ഥയിലൊന്ന് മാറ്റിയാൽ അത് ഈ സ്കൂളിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. ലെറ്റ് മീ തിങ്ക് ആൻഡ് ഡിസൈഡ്. ടീച്ചർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി കാണുമല്ലോ. നാളെ മറ്റു പാരൻസ് കൂടി കുട്ടികളെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടീച്ചറെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത് കണ്ടതാണല്ലോ. കുട്ടികളുടെ ഏജും അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ നോക്കുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ഡൺ ഈസ് റിയലി റോങ്. പെട്ടെന്നങ്ങ് പിരിച്ചുവിട്ടാൽ ഞാനും ബുദ്ധിമുട്ടാവും. തൽക്കാലം 1 മാസത്തെ നോട്ടീസ് പീരീഡ് തരാം. അതിനുള്ളിൽ ടീച്ചർക്ക് മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാലോ. ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പറ്റിയ നേരത്തെ തമ്മിൽ നോക്കാം. ഓക്കെ. ജോസഫിന്റെ ആളുണ്ടോ? ആ, മാത്യു സാർ വിളിച്ചിരുന്നു. ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്ന് ആൻജിയോഗ്രാം ചെയ്തേക്കാൻ പറഞ്ഞു. ഇന്നത്തേക്ക് ഇവിടെ കിടക്കേണ്ടി വരും. മമ്മി തന്നോട് ഇതിന് ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മേലാന്ന് പറയുന്ന ആളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ടെസ്റ്റൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലിനിക്കിലൊന്ന് കയറണം. പോണ വഴിക്ക് മോളെയും പിക്ക് ചെയ്യണം. നിനക്ക് ഒരു 2 മണിക്കൂർ ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? എന്തേ പറയുന്നത്? ഞാൻ തന്നോളാം. താൻ പോയി കുളിച്ച് പതുക്കെ വന്നാൽ മതി. ദാ ഇത് വെച്ചോ. പേടിക്കാനൊന്നുമില്ലടാ. ഇതിലും മോശം സ്റ്റേജ് മമ്മി റിക്കവർ ചെയ്തില്ലേ? ഇതും അതുപോലെ അങ്ങ് പൊയ്ക്കോളൂ. പിന്നെ നിന്നോടായതുകൊണ്ട് അതും ഇതും വേണമെന്നൊക്കെ മമ്മി വാശി പിടിക്കും. ടെസ്റ്റ് കഴിയുന്നത് വരെ പുറത്തുനിന്നൊന്നും മേടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ? ശരി. ഞാൻ ഇറങ്ങാം, നീ അകത്തോട്ടിരി. പിന്നെ നാളെ രാവിലത്തെ ടെസ്റ്റിന്റെ പേടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടിന മിലി എത്തിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ശരി ശരി. ഞാൻ അകത്തേക്ക് വരുന്ന കണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? മനസ്സിലായി. ഒരാളിവിടെ കിടന്ന് വേവലാതിപ്പെട്ട് വിളിച്ചിട്ടുണ്ടാവൂലേ. ഇരിക്കടോ, ഒരു ചായ കുടിച്ച് പയ്യെ പോവാം. ഞാൻ ക്യാൻറ്റീനിൽ പോയി ചായ മേടിച്ചിട്ട് തരാം മമ്മി. ഓ, അപ്പോൾ വരവൻ്റെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? പരസ്പരം പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിനിടയിൽ അല്പം മധുരം കഴിക്കണം എന്തുകൊണ്ട് നല്ലതാണ്. താനെന്തീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇടയ്ക്ക് ഇതിലേ ഒന്ന് ഇതേപോലെ എന്തെങ്കിലും കൊടുത്ത് മമ്മീനെ സൂചിപ്പിച്ചില്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്ന സ്നേഹം ഇല്ലാണ്ടായി പോകുന്നോ? മമ്മിക്കിത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഫോൺ വിളിയും പരിഭവം കുറച്ചിലൊക്കെ. നീ ചുമ്മാ അവളെ പറയണ്ട. എനിക്ക് ചെറിയൊരു ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ തന്നെ അവളെ ബാഗിൽ നിന്ന് എടുത്തത്, അല്ലാതെ അവൾ എനിക്കൊന്നും കൊണ്ട് തന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കരുത് പറയാനുള്ള ചങ്കുറ്റെങ്കിലും കാണിക്കണ്ടേ? മമ്മിയുടെ ഈ തളർച്ച വല്ല മരുന്ന് കഴിച്ചെങ്കിലും മാറ്റാൻ നോക്കാം. എന്നാൽ തൻ്റെ ഈ രോഗം മാറണമെങ്കിലേ ആരോടെങ്കിലും വല്ലപ്പോഴും ഒരു നോ പറയാൻ പഠിക്കണം. അതുകൊണ്ടില്ലാണ്ടാകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോട്ടേന്ന് വെക്കണം. ഇതൊരു വക യാതൊരു ഐഡന്റിറ്റി ഇല്ലാതെ എല്ലാവരും പേടിച്ച്. സാരല്ല മോളെ, മോളത് കാര്യാക്കണ്ട.
രാജിയുടെ കാര്യത്തിൽ ഇതോടെ തീരുമാനമായി. പാരൻസിനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. അവളെ ഏതായാലും പുറത്താക്കിയപ്പോൾ തന്നെയാ. എന്നാലും ഇതിത്തിരി ഓവറായില്ലേ? മിലിയത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അവളിനി നമ്മളെയും കൂടെ കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഈ കാര്യത്തിൽ മറുത്തൊരു തീരുമാനം പറയാൻ പാടാ കുട്ടി. റൂംമേറ്റ്സിൽ ആർക്കെങ്കിലും ഇത്തരം ഒരു കള്ളത്തരം ഉണ്ടായാൽ ആദ്യം വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ അടുത്താണ്. അല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തേക്കാമെന്ന് ചിന്തിച്ചാൽ എനിക്കിതല്ലാതെ വേറെ ഓപ്ഷനില്ല. മാത്രമല്ല രണ്ടുപേരും ചേർന്നിനി പ്ലാൻ ചെയ്ത് കയറ്റിയതാണോ എന്ന് കൂടി സംശയിക്കേണ്ടി വരും. ടീച്ചർ, ആ കുട്ടി അവളുടെ ഫ്രണ്ടാണ്. നോ മോർ എക്സ്പ്ലനേഷൻസ്. ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത്. ആ പെൺകുട്ടിയുടെ പാരന്റ്സ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഹൈഡ് ചെയ്താൽ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്, യു നോ. രാജിക്ക് നേരെ എടുത്ത ആക്ഷൻ കുട്ടിക്ക് നേരെ ഉണ്ടാവുമെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടുത്തെ റൂൾസ് മറ്റുമനുസരിച്ച് എനിക്ക് തന്റെ ലോക്കൽ ഗാർഡിയനോടോ ഫാദറിനോടോ ഒന്ന് സംസാരിക്കേണ്ടി വരും. തന്നെക്കുറിച്ചുള്ള കംപ്ലൈന്റ് ഇത് ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. സോ വെറുതെ തന്റെ അച്ഛനെ വിളിച്ചു വരുത്താൻ ഇടവരുത്തരുത്. മിസ്സസ് വിമല ചന്ദ്രൻ. ഇരിക്കൂ. മാഡത്തിന്റെ ആ റിലേറ്റീവ് കുട്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മതി. പിന്നെ ആനന്ദപുരിയിൽ നിന്ന് റെഫർ ചെയ്ത ഗ്ലോക്കോമ പേഷ്യന്റിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ജാനകി റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. രാത്രി അങ്ങോട്ട് വിളിച്ചോളാന്ന് പറയും. ശരി. ചേച്ചിക്ക് തിരക്കായിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയായിരുന്നല്ലോ. എനിക്കതായിരുന്നു കംഫർട്ടബിൾ. മമ്മി രാത്രി ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാടാ? കൂടെ കൂട്ടാന്ന് വിചാരിച്ചാ പണ്ടത്തെ പോലെ കാലിലൊന്നും തീരെ വയ്യ സ്റ്റെപ്പ് കയറാൻ. അല്ല, ഇപ്പം ഞാൻ വനജ വരില്ലേ? ആ ബെസ്റ്റ്. മാക്സിമം 8 മണിയാ. ഇന്നിപ്പോൾ സ്പെഷ്യൽ റിക്വസ്റ്റാ. തിരിച്ചു ചെല്ലുമ്പോൾ അറിയാം. കീ മിക്കവാറും സെക്യൂരിറ്റിയുടെ കയ്യിൽ തന്നെ കാണും. നിനക്ക് വേണ്ടി മാത്രമായി പോക്ക് കേട്ടോ. നല്ല ഫിലിമാ മമ്മി, യു വിൽ ലവ് ഇറ്റ്. എന്താ മിലി, നിനക്കൊന്ന് വൈകുന്നേരം വേറെ പ്രോഗ്രാമെല്ലാം ഉണ്ടായിരുന്നു? മിലി, നിന്നോടാ ചോദിച്ചേ. ചേച്ചി, നിനക്ക് പോയിട്ട് വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നോന്ന്? ഇല്ല. What's going on down there? Go, go, go! Off with you! Okay, guys, I've told you 1,000 times! Manuela Sofia, come on now, listen to me! Oh, yeah, right in the eye! Hey! It's not a maraca! Stop shaking up! There it is! Got it! Let's go! Kid, can you run on the plane with us too? മമ്മി, ബാത്റൂം. മിലി, ഇവിടെ റെസ്റ്റ് റൂമിലുണ്ടോ? ചെല്ലേ. അതെ, മിലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്താ നിനക്കങ്ങനെ തോന്നാൻ? എന്തോ എനിക്കങ്ങനെ ഒരു തോന്നല്. അവൾക്ക് തന്നോട് മാത്രമായിട്ട് എന്തോ പറയാനുള്ളത് പോലെ. നോക്കിക്കോ, ഇന്ന് അവൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകില്ല. തൻ്റെ കൂടെ നേരെ അങ്ങ് ഫ്ലാറ്റിലേക്ക് വരും. അവിടെ വെച്ച് അവൾക്കത് പറയാൻ പറ്റും. എന്നിരുതി താൻ അവളോട് ചോദിക്കാനെന്ന് പോകണ്ട. അവൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്ക് ഹോസ്റ്റൽ വഴി പോവാം. ആദ്യം മിലി ഇറക്കണ്ടേ? ഇല്ല, എന്നെ ക്ലിനിക്കിൽ ഇറക്കിയാൽ മതി. വണ്ടി സ്കൂട്ടർ എവിടെയാ? രാത്രി 10 മണിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാനോ? എന്നാൽ ഞാൻ ഫ്ലാറ്റിൽ കിടന്നിട്ട് രാവിലെ പോയിക്കോളാം.